സാധാരണഗതി ഞാനങ്ങനെ വലിയ പ്രവചനങ്ങൾക്കൊന്നും നിൽക്കാത്തതാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ സൗദിയോട് അർജന്റീന പരാജയപ്പെട്ടതിന് പിന്നാലെ ഞാൻ പറയുന്നു ഇത്തവണത്തെ കപ്പ് അർജന്റീന തന്നെ തൂക്കും. കാരണം ചരിത്രവും നിമിത്തങ്ങളും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ കാലങ്ങൾക്ക് ശേഷം അണ്ണം പ്രവചിക്കുകയാണ്, ദിസ് IPL സീസൺ വിൽ വിറ്റ്നസ് ദ റിഡംപ്ഷൻ ഓഫ് KL രാഹുൽ. ഇത്തവണത്തെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് KL രാഹുൽ എന്ന വിസ്ഫോടനാത്മകമായിട്ടുള്ള ബാറ്റിങ്ങിൻ്റെ അപകടകാരിയായിട്ടുള്ള ഉസ്താദിൻ്റെ തിരിച്ചുവരവിന് വേണ്ടിയായിരിക്കും. കാരണം ഇത്രയധികം സമ്മോഹനമായിട്ടുള്ള ഷോട്ട് കളക്ഷനുള്ള താരങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ വളരെ അപൂർവമാണ്. ഇന്ത്യൻ ക്രിക്കറ്റിലെന്നല്ല, നിലവിൽ ലോക ക്രിക്കറ്റിൽ രാഹുലിനോളം ഷോട്ട് കളക്ഷൻ തൻ്റെ കയ്യിലുള്ള ഒരു സീനിയർ ബാറ്റ്സ്മാൻ അല്ല. പൃഥ്വി ഷായെ പോലുള്ള യുവതാരങ്ങൾക്ക് ഷോട്ട് കളക്ഷൻ ഒരുപാടുണ്ട്. പക്ഷേ പൃഥ്വി ഷാ ഒന്നും അത് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വസ്തുത തന്നെയാണ്. പക്ഷേ KL രാഹുൽ ഒരു സമയത്ത് അങ്ങേര് IPL വിറപ്പിക്കലുണ്ട്. അതായത് പഞ്ചാബ് കിങ്സിൽ അങ്ങേര് കിങ്സ് 11 പഞ്ചാബ് ആയിരുന്ന സമയത്ത് അങ്ങേര് അടിച്ചടി കണ്ട് എല്ലാവരും അമ്പരന്നിട്ടുണ്ട്. RCBക്ക് വേണ്ടി അദ്ദേഹത്തിന് ഷോൾഡർ ഇഞ്ചുറി വരുന്നതിന് മുമ്പ് അഴിഞ്ഞാടിയ ഒരു KL രാഹുൽ ഉണ്ടായിരുന്നു. വിസ്ഫോടനാത്മകമായിട്ടുള്ള ബാറ്റിംഗ് പ്രകടനം KL രാഹുലിൽ നിന്ന് നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് ഒരു ഈസ്തറ്റിക് സ്റ്റൈൽ ഓഫ് ബാറ്റിംഗ് ഉണ്ട്. അതെന്ന് വെച്ചാൽ പവർഫുൾ ക്ലാസി ഷോട്ട്സ്, അതായത് ക്ലാസും മാസും ഒരുപോലെ പെർഫോം ചെയ്യാൻ കഴിയുന്ന ക്ലാസിക് ഷോട്ടുകൾ അതിൻ്റെ വന്യമായ കരുത്തോടു കൂടി തെളിയിക്കുന്ന ഒരു വല്ലാത്ത പ്രതിഭാസമായിരുന്നു KL രാഹുൽ. ആ KL രാഹുലിന് ക്യാപ്റ്റൻസിയുടെ അമിതമായിട്ടുള്ള ഭാരം ഏറ്റെടുക്കാൻ കഴിയാതെ ഒരു സ്റ്റാറ്റ് പെഡ്ലറായി രാഹുൽ ഒതുങ്ങിപ്പോയതിൻ്റെ ദുരനുഭവങ്ങൾ ആരാധകരുടെ വിമർശനങ്ങളിൽ നിന്നും രാഹുൽ ഒരുപാട് അനുഭവിച്ചവനാണ്. കഴിഞ്ഞ സീസണിൽ ഗോയങ്കയെ കുറിച്ച് എനിക്ക് വലിയ മതിപ്പില്ല. അങ്ങേര് ഫുട്ബോൾ ടീം ഓണറായിട്ടും ക്രിക്കറ്റ് ടീം ഓണറായിട്ടും ക്യാഷിൻ്റെ കുത്തിക്കഴപ്പ് താരങ്ങളോട് ഈഗോ വെച്ച് കാണിക്കുന്നത് നമ്മൾ ഒരുപാട് കണ്ടതാണ്. പരസ്യമായിട്ട് രാഹുലിനെ അപമാനിച്ചു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ലക്നൗ സൂപ്പർ ജയൻസ് വിടാനുള്ള തീരുമാനം എടുത്തത് എന്ന് സ്റ്റാർ സ്പോർട്സിന് നൽകിയ അഭിമുഖത്തിൽ രാഹുലിൻ്റെ വാക്കുകളിൽ നിന്നും വളരെ വ്യക്തമാണ്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില വാക്കുകൾ ഇത്തവണ എന്തായാലും KL രാഹുൽ അഴിഞ്ഞാടും എന്നതിൻ്റെ വളരെ വ്യക്തമായ സൂചനയാണ്. ലക്നൗ സൂപ്പർ ജയൻസിൽ തുടരാൻ ആഗ്രഹിച്ചിരുന്നില്ല, എനിക്ക് കുറച്ചുകൂടി പ്രഷർ ഫ്രീ ആയിട്ട് കളിക്കേണ്ടതുണ്ട് എന്നുള്ള വാക്കുകളിൽ നിന്നും വളരെ വ്യക്തമാണ് അഴിഞ്ഞാടാൻ തന്നെയാണ് വരവെന്ന്. കാരണം ഡ്രസ്സിംഗ് റൂം അറ്റ്മോസ്ഫിയർ കുറച്ചുകൂടി കാം ആയിരിക്കുന്ന, ജയിച്ചാലും തോറ്റാലും വളരെ കാം ആൻഡ് ഫ്രീ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ്, ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു വേളയാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോൾ പരസ്യമായിട്ടുള്ള ഗോയങ്കയുടെ ശാസനം ഓർത്തുകൊണ്ട് തന്നെയാണ് രാഹുൽ പറഞ്ഞിരിക്കുന്നത്. ഉള്ളിലെരിയുന്ന പ്രതികാരത്തിന്റെ കനലും കൊണ്ടാണ് രാഹുൽ വരുന്നത്. ഇത്തവണ രാഹുൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് നിർത്തിക്കത്തിച്ചിരിക്കും. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് RCB എടുക്കാൻ തന്നെയാണ് ചാൻസ്. അദ്ദേഹം CSKയോടും ഗുജറാത്ത് ടൈറ്റൻസിനോടും ഒക്കെയുള്ള തന്റെ സ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. RCBയിൽ കളിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുന്നുണ്ട്. കർണാടക ബോയ് ആയതുകൊണ്ട് തന്നെ RCBയിൽ കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പുള്ളി പറയുന്നതാണ്. അതുമാത്രമല്ല, IPLിലെ മികച്ച പ്രകടനത്തിൽ കൂടി നാഷണൽ ടീമിലേക്ക് തിരിച്ചു വരണം എന്ന് രാഹുൽ പറയുമ്പോൾ IPLിലൂടെ താൻ ആരാണ്, എന്താണ്, തൻ്റെ പവർ എന്താണെന്ന് തെളിയിച്ച് നാഷണൽ ടീം കോളപ്പിന് രാഹുൽ തയ്യാറെടുക്കുകയാണ് എന്ന് പുള്ളിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുമ്പോൾ ഇനി ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ അബ്സല്യൂട്ട് എന്റർടൈൻമെന്റ് RCBയിൽ കൂടി രാഹുൽ കാഴ്ചവെക്കുന്നത് കാണാൻ നമുക്ക് കാത്തിരിക്കാം. കുറിച്ചു വെച്ചോളൂ, ഇത്തവണ രാഹുലിന്റെ കംബാക്ക് ആയിരിക്കും ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നടക്കാൻ പോകുന്നത്.